ഞാനുണ്ട് നിങ്ങൾ ഏത് ടീമിന്റെ ആളാ? അതെ, ഞാൻ ടീമിന്റെ ആളെന്നല്ല, എല്ലാ ടീമിന്റെ ആള് തന്നെ ഞാൻ. ആണോ? അതെ. ഇയാളെ കണ്ടുപരിച്ചുണ്ടല്ലോ. അങ്ങനെയൊന്നും വഴിയില്ല. ഇന്നലെ തൈലോട്ട് വന്നില്ലേ? ഉത്തരാടത്തിന്റെ തൈലോട്ട് വന്ന ആളല്ലേ? അമ്മയുടെ പിള്ളേടെ മക്കളാണ് ഞാൻ തന്നെ. അല്ല, ഇപ്പൊ ഇവിടെ എന്താ പരിപാടി? അല്ല, ഞാൻ എന്റെ അമ്മേന്റെ കുഞ്ഞമ്മ ഉണ്ടാക്കിയ സാധനം അല്ലേ ഇത്. ഇതൊരു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല, ഇന്നലെ വന്നത് കഥ തൈലോട്ട് വന്നു. ഇന്ന് കഥയിട്ട് വന്നു. അത് ഈ പഴയ കലയെ പുനരുദ്ധരിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഉദ്ധരിക്കാൻ. ഓ, ഇന്നലെ പഴയ തൈലമാണല്ലോ ഉദ്ധരിക്കാൻ വന്നത്. അതെ, എന്തായാലും അടിച്ചു പൊളിക്കും ഞാൻ. 5 മിനിറ്റ് തരും, അടിച്ചു പൊളിച്ചേക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു പൊളിക്കും. തീർച്ചയായും വലിയ ഉപകാരം അമ്മയുടെ തന്നെ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് രാത്രി 9 മണി മുതൽ സുപ്രസിദ്ധ കാതികൻ നെടുങ്ങോലൻ രവീന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. അളിയ ഒന്ന് കേറി വാട, പരിപാടി തുടങ്ങാൻ സമയമായെന്ന്. കഥ പറയാനുള്ള കാതകൻ എന്തിയേ? കാതകനല്ല, പിന്നെ കാതികൻ സർവശ്രീ നെടുങ്ങോലൻ രവീന്ദ്രൻ. കഥ പുതിയ സെറ്റപ്പിലാന്നൊക്കെ അറിഞ്ഞായിരുന്നു, അതുകൊണ്ടാ ഈ പരിപാടി ഇവിടെ ബുക്ക് ചെയ്ത്. പുതിയ രീതിയിലാണ് ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്. അതെങ്ങനെയാ? ഡ്രാമാറ്റിക് വിഷ്വലൈസിംഗ് എന്റർടൈൻമെന്റ് ഷോ. ഒരു വിധം പറഞ്ഞത് ഒപ്പിച്ചു. നിങ്ങൾ കഥ പറയുവാണോ അതോ? ഞങ്ങളിവിടെ കഥ എഴുതി ഒട്ടിക്കും, ആവശ്യക്കാർ വന്ന് വായിച്ചിട്ട് പൊക്കോളും. കഥാപ്രസംഗം എന്തെന്ന് അറിഞ്ഞൂടാത്ത ഇവനെ കാരടാ പിടിച്ച് കമ്മിറ്റിയിലാക്കി. നീ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ ആ സാധനമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്ക്, അല്ലെ അങ്ങേര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിന്നു കളയും. എന്തോ തബലയോ? അയ്യോ, തബലയല്ല, ഹാർമോണിയം. എടാ പുള്ളി ദേഷ്യപ്പെടുവന്ന്. ഹലോ 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 ഹലോ. ഓ, ഇന്നും മൈക്ക് കുഴപ്പോ. ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ ബിജു ബിജു എന്നാ കേൾക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യാൻ അതിനകത്തോടെ ബിജു ബിജു എന്ന് പറ, ചിലപ്പോ ഹലോ ഹലോ എന്ന് കേട്ടേക്കും. നീ ആക്കല്ലേ. എന്താ പാടായി കിടന്ന് തപ്പുന്നത്? എടാ, എന്റെ പൗഡർ കാണാനില്ലെന്ന്. കുളിക്കാതെ വരികയും ചെയ്യും, പൗഡർ ഇട്ട് ഗമേ കയറി അങ്ങ് ഇരിക്കുകയും ചെയ്യും. എനിക്കിടാനുള്ള പൗഡർ അല്ല, നീ ഡെക്കിടാനുള്ള പൗഡറാന്ന്. ഞാനത് ചോദിക്കാനിരിക്കുവായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഈ തബലയുടെ പൊക്കത്ത് പൗഡർ ഇടുന്നത്? അതോ, നാളെ രാവിലെ തബലക്കൊരു കല്യാണം ഉണ്ട്, അതിന് പോകാനാ. അല്ല പിന്നെ അതെന്താണെന്നറിയോ, നമ്മളിങ്ങനെ തബല വായിക്കുമ്പോൾ ഡെക്കയിൽ പൗഡർ ഇടുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ ദുമ്മു 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 ഇങ്ങനെ തെന്നി പോകാനല്ലേ അത്? കൈ തന്നെ എന്തിനാ ഈ പൗഡർ? ഇച്ചിരി വെളിച്ചെണ്ണ മേടിച്ചൊഴിച്ചാ പോരെ ചേട്ടാ? പെട്ടെന്നാട്ടെ, പരിപാടി തുടങ്ങാനുള്ളതാ. ഞങ്ങൾ ആശാൻ ഇങ്ങോട്ട് വന്നോട്ടെ, ആ സെക്കൻഡ് ഞങ്ങൾ പരിപാടി തുടങ്ങും. എന്താ താമസിച്ചേ? ഇപ്പോഴാണോ വരുന്നത്? ഇന്നൊന്നും പറയണ്ട, ഇന്നലെ ബാംഗ്ലൂരിലായിരുന്നു പരിപാടി. പഞ്ചായത്ത് വിട്ട പരിപാടിക്ക് പോകാത്തവനാ ബാംഗ്ലൂർ പരിപാടി. ആൾക്കാർ നോക്കുന്നു, നാറ്റിക്കരുത്. അതും പറഞ്ഞേക്കാതെ ചെക്ക് ചെയ്യ്. അടിപൊളി. అయితే ഈ സാധനം നമുക്ക് ആദ്യം വായിച്ചാൽ മതി. ഏത് സാധനം? ഇപ്പൊ നീ തവല കൊട്ടിയില്ലേ? അയ്യോ, തവലെ കൊട്ടിയതല്ലെന്ന്. താഴെ ഇരിക്കുന്ന തവല എടുക്കാൻ വേണ്ടി കുഞ്ഞപ്പോ പോക്കറ്റ് കിടന്ന ചില്ലറ പൈസ തവലയുടെ മുകളിൽ വീണതാ. അമ്മേ ശരണം, ദേവി ശരണം കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നെടുങ്ങോലൻ രവീന്ദ്രനെയും സംഘത്തെയും ക്ഷേത്ര കമ്മിറ്റി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മേ ശരണം, ദേവി ശരണം. എന്നാ പിന്നെ സമയം കളയാതെ തുടങ്ങാം അല്ലേ? അഭിവദ്യ കലാസദസ്സിന് എന്റെ വന്ദനം, വണക്കം, നമസ്കാരം, കൂപ്പുകൈ. ഇയാളെന്നാ പഞ്ചായത്ത് മത്സരിക്കാൻ പോവുകയാണോ? കഥ തുടങ്ങുമല്ലേ, ഒരു ഗമയ്ക്ക് കൈന്നിട്ടതാ. കൈന്നിട്ടോ, ഇന്നെങ്കിലും കൈന്ന് പോകാതിരുന്നാ മതി. വളവളാന്ന് വർത്താനം പറയാതെ ഒന്ന് തുടങ്ങണ്ണ. പ്രിയമുള്ളവരെ, എനിക്കിന്നിവിടെ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എന്റെയും എന്റെ സംഘത്തിന്റെയും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുകയാണ്. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ എന്റെ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നോടൊപ്പം ഈ കഥാപ്രസംഗത്തിൽ അണിചേരുന്ന എന്റെ അടിയറ പ്രവർത്തകരെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. തബല പോച്ചപ്പുറം അജിത്ത്, ഹാർമോണിയം കുമാരപുരം രാജൻ. പ്രിയമുള്ളവരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്ന പുതിയ കഥ സ്നേഹത്തിന്റെയും വിരഹത്തിന്റെയും നൊമ്പരത്തിന്റെയും കഥ പറഞ്ഞ ചെങ്ങമ്പുഴയുടെ രമണൻ. ഈ കഥയെ മറ്റൊരു തലത്തിലേക്കും പറിച്ചു നടുകയാണ്. പറിച്ചു നടാതെ തന്നെ തെങ്ങൻ തൈയാണോ? ഇവനെല്ലാം നശിപ്പിക്കുമല്ലോടാവേ. പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ കഥയുടെ പേരാണ് രമണൻ റിട്ടേൺസ് ഓഫ് ദ ഡേ, അഥവാ എന്നെങ്കിലും ഒരു ദിവസം എന്റെ രമണൻ തിരിച്ചു വരൂ. പ്രിയമുള്ളവരെ, എന്റെ കഥ നടക്കുന്നത് ഇവിടെയൊന്നുമല്ല. പിന്നെന്തിനാളിയാ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഇതിന്റെ മറുപടി നിനക്ക് ഞാൻ പിന്നെ തരാം കേട്ടോ. പച്ച വിരിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കളകളാരവം മുഴക്കി ഒഴുകുന്ന കൊച്ചരുവികളും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമായ എറണാകുളത്തുള്ളൊരു കൊച്ചു ഗ്രാമം നൊച്ചിമ. അതാണ് നമ്മുടെ കഥയിലെ നായകൻ രമണന്റെ നാട്. ഒരു പൾസർ 220 ബൈക്കിൽ പാഞ്ഞു വരികയാണ് നമ്മുടെ കഥാനായകൻ രമണൻ. ജംഗ്ഷനിലെ രായപ്പച്ചേട്ടന്റെ കടയുടെ മുൻപിൽ ബൈക്ക് നിർത്തിയവൻ മെല്ലെ നടന്നു വരികയാണ്. ആ കാഴ്ച കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോവും. അവനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, വലിക്കില്ല കുടിക്കില്ല വായ്നോട്ടം അവനില്ല, സുന്ദരനാണ് അവൻ ശ്രീക്കു പയ്യൻ. വലിക്കില്ല കുടിക്കില്ല വായ്നോട്ടം അവനില്ല,
സുന്ദരനാണവൻ ഫ്രീക്കുപയ്യൻ. അവന്റെ ആ പമ്മിയുള്ള വരവ് കാണുമ്പോഴേ അറിയാം അവൻ ആരെയോ തിരക്കി വരികയാണ്. ബ്ലേഡുകാരൻ മധുവിനെയാണോ? അല്ല, എന്നാ ചിട്ടിക്കാരൻ ചന്ദ്രനെ ആയിരിക്കും. അതുമല്ല. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. സന്തോഷം കൊണ്ട് അവന്റെ മനോഹരമായ മുഖം വിടർന്നു. സെറ്റുമുണ്ടുമുടുത്ത് തലയിൽ മുല്ലപ്പൂവും ചൂടി നെറ്റിയിൽ വലിയ വട്ടപ്പൊട്ടും തൊട്ട് കയ്യിലൊരു മഞ്ഞ പേഴ്സുമായി നാടത്തോടെ മുഖം മറച്ചുകൊണ്ട് കയറി വരികയാണ് മടത്തറ ശാന്ത. ശാന്തയല്ല, കഥയിലെ നായിക. എന്നാ ബസ് സ്റ്റാൻഡ് രമണിയായിരിക്കും. അവിടെ കയ്യില മഞ്ഞ പേഴ്സ്. അയ്യോ, അവളുമാരുടെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ രമണന്റെ നായിക ചന്ദ്രിക. അവളെ കണ്ട മാത്രയിൽ രമണന്റെ മനസ്സ് മന്ത്രിച്ചു. മാറോടണച്ചു ഞാൻ പാടാം താമര നൂലും കൊണ്ടാലോലോ. മാറോടണച്ചു ഞാൻ പാടാം താമര നൂലും കൊണ്ടാലോലം. മാറോടണച്ചു ഞാൻ പാടാം താമര നൂലും കൊണ്ടാലോലം. മാറോടണച്ചു ഞാൻ പാടാം താമര നൂലും കൊണ്ട്. ഇല്ലേ എന്തോന്നു ആലോലം? ഇനി ആലോലം ആട്ടാതെ അങ്ങ് പോയാ മതി. അങ്ങനെ ആലോലമാട്ടാതെ നാല് ശവശയായി നിൽക്കുന്ന അവശയാ അല്ല വിവശയായി നിൽക്കുന്ന അവളോട് അവൻ ചോദിച്ചു, അളിയാ കടുക്കാപ്പിങ് എടുത്തെന്ന് അളിയാ. രമണൻ എടുത്തു തരാനോ? രമണനോടല്ല, ഞാൻ രാജനോട് ചോദിച്ചതാ. അയ്യോ, ഇടാ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കയറാതെ. അങ്ങനെ നാല് ശവശയായി നിൽക്കുന്ന അവളോട് അവൻ ചോദിച്ചു, ടൗണിലെ തിയേറ്ററിൽ എങ്ങനെ? തിയേറ്ററിൽ ടൗണിലെ തിയേറ്ററിൽ സിനിമ കാണാൻ നീയും വരുന്നുണ്ടോ എന്റെ കൂടെ? വർണ്ണില്ല വർണ്ണില്ല രമണൻ ചേട്ടാ, ജൽസമ്മേ കൊണ്ടങ്ങ് പോയാ മതി. സിനിമ കാണാൻ വരില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു. അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇന്നലെ സന്ധ്യയ്ക്ക് തെങ്ങിൻതോപ്പിൽ വെച്ച് ചെറിയറമ്പിലെ എൽസമ്മയുമായി രമണൻ കൊച്ചുവർത്താനം പറയുന്നത് അവൾ കണ്ടിരുന്നു. എന്തായിരുന്നു അവളുമായി ഇത്ര സംസാരിക്കാൻ എന്ന ചന്ദ്രികയുടെ ചോദ്യത്തിന് മുൻപിൽ രമണന്റെ ഉത്തരം ഇതായിരുന്നു. പണ്ടേ ഞാനൊരു സുന്ദരന, നാട്ടിലെ കിന്നര കോമളന, കാമുകിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന. മീശ വടിച്ചാൽ ഷാറുഖാനാകും, മസിൽ പിടിച്ചെന്നാൽ സൽമാൻ ഖാനാകും. പണ്ടേ ഞാനൊരു സുന്ദരന, നാട്ടിലെ കിന്നര കോമളന, കാമുകിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന. മീശ വടിച്ചാൽ ഷാറുഖാനാകും, മസിൽ പിടിച്ചെന്നാൽ സൽമാൻ ഖാനാകും. പണ്ടേ ഞാനൊരു സുന്ദരന, നാട്ടിലെ കിന്നര കോമളന, കാമുകിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന. മീശ വടിച്ചാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഇന്ന് രാത്രി കാലം, അതെ ഇന്ന് രാത്രി കാലം അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവത്തെ അറിഞ്ഞവന കൈയടിച്ച് മഹത്വപ്പെടുത്താം. ദൈവമേ മഹത്വപ്പെടുത്തുവേ. അങ്ങനെ ഇടവേള ബാബുവും ബാബുരാജും ഞാറുന്നിടുന്ന കാലം. ഇടവേള ബാബു ബാബുരാജു. പിന്നെ കഥ എവിടെ വരെയായി? പണ്ടേ ഞാനൊരു സുന്ദരന, നാട്ടിലെ കിന്നര കോമളന, കാമുകിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന. അവന്റെ വീരത്വം കേട്ട് അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടിയതേയുള്ളൂ. പ്രണയ പരവശരായ അവർ ആലിംഗനബദ്ധരായി. എന്നുവെച്ചാ അതും അറിയത്തില്ലേ? എടാ ദർപ്പവനെയൊക്കെ കൊണ്ട് ദുശാസനം നിന്നതിന്റെ കൂട്ട് നിന്നെന്ന്. അയ്യോ അതല്ല, അവര് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിന്നെന്ന്. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ ചേരുന്നു ശ്രീരാഗം. മുത്തുച്ചിപ്പി പോലൊരു മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. ഈ സമയം ആ നഗ്ന സത്യം അവൻ അവളോട് പറഞ്ഞു. തുണി കൊടുക്കാതെന്നാണ് സത്യം പറയുന്നത്. ഈ സമയം നമ്മുടെ കഥാനായകനായ രമണനോട് അവൾ പറഞ്ഞു, രമണേട്ടാ, നമ്മുടെ ബന്ധം വീട്ടിലറിഞ്ഞു. എനിക്ക് വേറെ കല്യാണ ആലോചനകൾ വരുന്നു. എനിക്ക് എന്റെ രമണേട്ടനില്ലാതെ ജീവിക്കാനാവില്ല.
ഇത് കേട്ട് ഒടുവിൽ രമണൻ യോ കഥ പൊളിഞ്ഞു ഒടുവിൽ രമണൻ അല്ല പിന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അങ്ങനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അയ്യോ രമണനും ചന്ദ്രികയും കൂടി നാട് വിടാൻ തീരുമാനിച്ചു. വെപ്രാളത്തിൽ ബൈക്കെടുത്തപ്പോൾ ഫ്രണ്ട് പൊങ്ങി ചന്ദ്രിക ദേ കിടക്കുന്ന സബോള താഴെ. അപ്പോഴാണ് നമ്മുടെ രമണൻ ആ കാഴ്ച കണ്ടത്. നമ്മുടെ ചന്ദ്രികയുടെ കാലിൽ രക്തം കട്ട പിടിച്ചു കിടക്കുന്നു. ചന്ദ്രികെ വാ നമുക്ക് ആശുപത്രി പോ, നിന്റെ കാല് ചതഞ്ഞിരിക്കുന്നു. കുഴപ്പമില്ല ചേട്ടാ, അത് ഉളുക്കിയതേ ഉള്ളൂ. ഇല്ല അത് ചതവാ. ഇല്ല ഉളുക്കിയതാ. ചതവാ. ഉളുക്കിയതാ. ചതവാ. ഉളുക്കിയതാ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട മരുന്നാണ് സ്പെഷ്യൽ കുട്ടൻ ചുക്കാതി തൈലം. ചതവ്, ഉളുക്ക്, മുറിവ് എന്നിവയ്ക്ക് വളരെ അത്യുത്തമമാണ് സ്പെഷ്യൽ കുട്ടൻ ചുക്കാതി തൈലം. ചെറിയ ബോട്ടിൽ 10 രൂപ, വലിയ ബോട്ടിൽ 20 രൂപ, ഏറ്റവും വലിയ ബോട്ടിൽ 30 രൂപ. സാമ്പിൾ സൗജന്യം. എടാ നീ എന്നാ കുരുത്തക്കേടാ ഈ കാണിക്കുന്നേ? അവൻ പറഞ്ഞാൽ എന്നാ തെറ്റ്? നിങ്ങൾ അതും ഇത് പറഞ്ഞോണ്ട് ആ കൊച്ചിന്റെ കാലിന് വല്ലതും പറ്റി ആര് സമാധാനം പറയും? ഏത് കൊച്ചിന്റെ? ചന്ദ്രികയുടെ. ചന്ദ്രികയുടെ പരിക്ക് വകവയ്ക്കാതെ അവർ ബൈക്കിൽ പാഞ്ഞു. ഈ സമയത്താണ് രമണന്റെ കുഞ്ഞമ്മയുടെ മകൾ സുന്ദരി അതുവഴി കടന്നു വന്നത്. സുന്ദരിയോടായി രമണൻ ഇങ്ങനെ പറഞ്ഞു: സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാവാ, നാളെയാണ് താലിമംഗളം. നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ഈ ചടങ്ങു മോടിയാക്കുവാ. സുന്ദരി 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 ഒന്നൊരുങ്ങി വാ, നാളെയാണു താലിമംഗളോ. നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ഈ ചടങ്ങു മോടിയാക്കുവാ. അങ്ങനെ സുന്ദരിയോട് യാത്രയും പറഞ്ഞവർ പോകുകയാണ്. ഇനി ഒരിക്കലും അവർക്ക് ഈ നാട്ടിലേക്ക് തിരിച്ചു വരാനാവില്ല. അവർ ജനിച്ചു വളർന്ന നാടിനെ അവസാനമായി അവർ നോക്കിക്കൊണ്ടു. പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, കൊച്ചിയിലുള്ളൊരു പിച്ച ഗ്രാമം. പിച്ചക്കാർ വല്ലോരും തന്നതാണോ, ദൈവം തച്ചിനിരുന്നു പണിഞ്ഞതാണോ, ദൈവം തച്ചിനിരുന്നു പണിഞ്ഞതാണോ, ദൈവം തച്ചിനിരുന്നു പണിഞ്ഞതാണോ, ദൈവം തച്ചിനിരുന്ന് പണിഞ്ഞതാണോ, ദൈവം തച്ചിനിരുന്ന് പണിഞ്ഞതാണോ, ദൈവം തച്ചിനിരുന്ന് പണിഞ്ഞതാണോ, തച്ചിനിരുന്ന് എനിക്കിട്ട് പണിയുവാണോ. എത്ര ദൂരം സഞ്ചരിച്ചെന്നവർക്കറിയില്ല. അവർ എത്തിപ്പെട്ടത് ഒരു ഘോര വനത്തിലായിരുന്നു. മാടനും മറുതയും യക്ഷിയും വിഷപ്പാമ്പുകളും അടയിരിക്കുന്ന ഒരു ഘോര വനത്തിൽ. ഒരു സൈഡിൽ മാടനും മറുതയും യക്ഷിയും, മറു സൈഡിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന പിടിവാശിയുമായി ചന്ദ്രികയുടെ അച്ഛനും അമ്മയും. ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി. ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് ചിരിക്കാം, അല്ല ബാബാ ഒരുമിച്ച് മരിക്കാം. അവിടെ കണ്ട മരത്തിൽ അവർ ചാടിക്കയറി. കാട്ടുവള്ളി കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ട് അവർ താഴേക്ക് ചാടി. നിർഭാഗ്യമെന്ന് പറയട്ടെ, കാട്ടുവള്ളി പൊട്ടി. വാഴപ്പിണ്ടി വെട്ടിയിട്ട പോലെ ചക്കോ പൊത്തോന്നും പറഞ്ഞ് ദേ കിടക്കുന്ന നമ്മുടെ കഥാനായിക ചന്ദ്രിക. ആ സമയം കാട്ടുവള്ളിയിൽ തൂങ്ങിയാടുന്ന രമണനെ നിറകണ്ണുകളോടെ ചങ്കുപൊട്ടിയവൾ നോക്കി. ഈ സമയത്താണ് സംഭവിച്ചത്. ഡിങ്കൻ വിവരം അറിയിച്ചതനുസരിച്ച് കാട്ടുവള്ളിയിൽ തൂങ്ങി അവനെത്തി. ടാർസൻ വള്ളിയും പൊട്ടി താഴെ കിടക്കുന്ന നമ്മുടെ ചന്ദ്രികയും എടുത്തോണ്ട് അവനൊരൊറ്റ പോക്കായിരുന്നു. തന്റെ എല്ലാമായ രമണൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുമായി ടാർസന്റെ 3 മക്കളെയും പെറ്റ് പതിവ്രതയായി ചന്ദ്രിക ഇപ്പോഴും രമണനെ കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാതികൻ സ്റ്റേജ് വിട്ടു പോകേണ്ടതാണ്. ഇല്ല, ഞാൻ എന്റെ കഥ നിർത്താതെ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പോകില്ല. എത്രയും പെട്ടെന്ന് കാതികൻ സ്റ്റേജ് വിട്ടു പോകണം. ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും കഥ തീർക്കാതെ ഞാൻ സ്റ്റേജ് വിട്ടു പോകില്ല.
എന്റെ സാറ് എന്നെ എന്തിനാ പാട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നേ? തന്നെ എന്തിനാ തല്ലുന്നേന്നോ? എടാ നിന്റെ ഈ കഥ അടുത്ത മാസം 5-ാം തീയതി എന്റെ അമ്പലത്തിൽ ഞാനാ സ്പോൺസർ ചെയ്തേക്കുന്നേ. നിന്റെ കൈയും കാലും ഇന്ന് ഞാൻ തല്ലി ഓടിച്ചില്ലെങ്കിൽ പരിപാടിയിലെന്ന് നാട്ടുകാർ എന്റെ കൈയും കാലും തല്ലി ഓടിക്കും. ഇവരെ പോലുള്ള കാതികന്മാരാ നല്ല കാതികന്മാർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത്. കൂടും കുടുക്കയൊക്കെ എടുത്തോണ്ട് ഇപ്പോ ഇറങ്ങിക്കോണേ ഇവിടുന്ന്. ദൈവമേ, തച്ചിനിരുന്ന് പണിയുവാനോ